ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എലീനെയും പല്ലീനെയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപയറാണ് ഒരു കണ്ടെയ്നറിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് അധികമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിലൊരു കുത്തനൊക്കെ വരാറുണ്ടല്ലേ, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾക്ക് ആ കുത്തൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വെളുത്തുള്ളിയുടെ തോലും അതിന് നടുക്ക് വരുന്ന ആ തണ്ടും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും ആ കുത്തൻ വരുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തീപ്പെട്ടിയാണ് കേട്ടോ. അപ്പോൾ തീപ്പെട്ടിയൊക്കെ നമ്മൾ മഴ സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തണുത്തിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് കത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പൗഡർ എടുത്തതിന് ശേഷം നമ്മളുടെ കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കത്തിക്കുന്ന ഭാഗത്തായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ ഇതൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി കിട്ടും. അപ്പോൾ തണുത്ത് പോയ തീപ്പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ തീപ്പെട്ടി എടുത്തതിന് ശേഷം അതും പൗഡറിൽ നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഇനി തീപ്പെട്ടിയുടെ സൈഡൊക്കെ തണുത്ത് പോകുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ പപ്പായയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഈ ഇല വെച്ചിട്ട് നമുക്ക് പല്ലീനെയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ പപ്പായയുടെ ഇല ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ തണ്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ അറിയില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പപ്പായയുടെ ഇലയൊക്കെ നമ്മളുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് നമുക്ക് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് ഉള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ച് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല പച്ച കളറായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അരച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്ന വീഡിയോ ഇവിടെ കാണിച്ചിട്ടില്ല. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ സൊല്യൂഷൻ മുഴുവനായിട്ട് ഞാൻ നമ്മളുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് സിങ്ക് വഴിയൊക്കെ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ശല്യമൊക്കെ ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എലീനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ ഫുഡൊക്കെ മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഇതുപോലത്തെ പാത്രങ്ങൾ വേണം കേട്ടോ ഇതിന് നിങ്ങൾ എടുക്കാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം ഒരിക്കലും എടുക്കരുത്. അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് നമ്മളുടെ ചോറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു കുറഞ്ഞ അളവിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഹാർപ്പിക്കും കൂടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബെല്ലത്തിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബെല്ലത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എലികൾക്ക് അതിൻ്റെ മണവും അതുപോലെ തന്നെ ആ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എലിയുടെ ശല്യം ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഞാൻ ബെല്ലത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളുടെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് എലീനെ ഓടിക്കാനായിട്ടുള്ള നമ്മളുടെ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലായിട്ട് എലിശല്യമുള്ള ഭാഗത്തൊക്കെ ഒരു പാത്രത്തിലോ അതല്ലെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടോ ഇതുപോലെ ഈ ചോറൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ എലിശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.